ഹായ് ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ നമുക്ക് എൻക്വയറി ചെയ്യുന്നതാണ് വലിയ വാഹനങ്ങൾ മാത്രമാണോ എന്ന്. നമുക്ക് അതിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ ഷോപ്പിൽ ഒരു 10-28 വാഹനങ്ങൾ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ചെറിയ വാഹനങ്ങളായിട്ടും 2 ലക്ഷം റുപ്യൻ്റെ വാഹനങ്ങളായിട്ടും 5 ലക്ഷം റുപ്യൻ്റെ വാഹനങ്ങളായിട്ടും ഒക്കെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കടയിലെ എല്ലാ വാഹനങ്ങളും കൂടിയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോക്കി നമ്മൾ ഷോപ്പത്തെ നമ്മൾ നിലവിലെ സ്റ്റോക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ നമുക്കൊന്ന്. ഓക്കെ, അട്ടൊക്കെ ഇത് 2018 മോഡല് എറ്റോസ് ലിവിയാണ്. എന്നുവെച്ചാൽ റീ രജിസ്ട്രേഷൻ ആണ്, കേരളത്തിലേക്ക് മാറി നമ്പറായ വാഹനമാണ്. വണ്ടി കണ്ടില്ല, ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ്. ഡബിൾ കളർ നമ്മൾ ചെയ്തതാണ് കേട്ടോ. എന്നാൽ ഇന്ത്യൻ സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. ബോഡി കണ്ടില്ലേ. പിന്നെ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഒരു അൾട്ടീസ് ആണ്. അതായത് 2014 മോഡൽ റീ രജിസ്ട്രേഷൻ വാഹനമാണ്. നമുക്കിതിൽ നല്ല ബോഡി ക്വാളിറ്റിയിലെ വാഹനത്തിനാണ്. ബോഡി മെഡൽ മേജർ സ്ക്രാച്ചോ ഉടൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം നമ്മൾ നമ്പർ ആക്കിയിട്ടാണ് നമ്പർ ആക്കി കൊടുക്കും. NOC വാഹനത്തിൽ കേരളത്തിൽ എവിടെ മണി നമ്മൾ NOC ഒക്കെ എടുത്തു കൊടുക്കും കേട്ടോ. ഓക്കെ, ഈ വാഹനത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയുന്നത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2015 മോഡൽ 16 റേസ് ഹൈബ്രിഡിൽ വരുന്ന ഒരു എർട്ടിക്കയാണ്. ഈ വാഹനത്തിന് നോക്കുമ്പോൾ തന്നെ അറിയില്ല മേജർ സ്ക്രാച്ചോ ബോഡി നോക്കുമ്പോൾ സ്ക്രാച്ചോ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണെന്ന് തന്നെ പറയാം. ഓക്കെ, ഇന്റീരിയർ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് പോവുക. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്, വീടിന്റെ ലെങ്ത് കൂടും വിചാരിച്ചിട്ട്. ഓക്കെ, 2017 മോഡൽ ഡസ്റ്റർ ആണത്. 15 മോഡൽ ഡസ്റ്റർ ആണ്. ഈ വാഹനത്തിന് നമ്മൾ ആസ്കിങ് റേറ്റ് 5-10 ആണ്. ബോഡി നോക്കുമ്പോൾ തന്നെയാണ് നല്ലൊരു ക്വാളിറ്റിയിലെ ഒരു വാഹനത്തിനാണ്. ഇനി ഇന്റീരിയർ സൈഡൊക്കെ കാണുന്നുണ്ടല്ലേ, നല്ലൊരു വൃത്തിയില് നല്ലൊരു ഇന്റീരിയർ സൈഡുള്ള ഒരു വാഹനം തന്നെയാണ്. 2010 മോഡൽ വരുന്നൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ് കേട്ടോ. ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഇത് നമ്മളൊരു വാഹനമായിട്ട് എക്സ്ചേഞ്ച് എടുത്താൽ ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഒരു ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെ. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ മേജറായിട്ട് സ്ക്രാച്ച് ഡെന്റോ കാര്യങ്ങളൊന്നും ബോഡി കാണാനില്ല. ഓക്കെ, ഈ വാഹനത്തിന് നമ്മൾ 2.10 ചോദിക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2013 മോഡൽ ZLX പോലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. വണ്ടി നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനത്തിനാണ്. ഈ വാഹനം ഓടിയിട്ടുള്ളത് 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇന്റീരിയർ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ആണ് തന്നെ ഇന്റീരിയർ സൈഡൊക്കെ കാണുന്നത്. വണ്ടി വേണ്ട തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാനും കഴിയും. ഓക്കെ, ഈ വാഹനത്തിന് നമ്മൾ ആസ്കിങ് റേറ്റ് 4.10. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അലവിൽ എക്സ്ട്രാ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇന്നോവ 2011 മോഡൽ G4 ആണ് കേട്ടോ. വാഹനം ഒരു വൈറ്റ് കളറാണ്. ബോഡിയൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ബോഡി ക്വാളിറ്റിയിലെ വാഹനത്തിനാണ്. മേജർ സ്ക്രാച്ച് ഡെന്റ് ഒന്നും ബോഡി ഭാഗത്തില്ല. ഇന്റീരിയർ സൈഡൊക്കെ കണ്ടില്ലേ, നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. നല്ലൊരു വൃത്തിയിലൊരു വാഹനം തന്നെയാണ്. ഓക്കെ, 2011 ഈ വാഹനത്തിന് നമ്മൾ 5.60 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആട്ടോ. പിന്നെ വരുന്നത് 2013 മുതൽ വി ഓപ്ഷനിൽ ഒരു പെട്രോൾ ഇന്നോവയാണ്. ബോഡിയൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടില്ല നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനത്തിനാണ്. കമ്പനി സർവീസാണ്. പിന്നെ പെട്രോൾ വാഹനമാണ്. ഒരു 11 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുക. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ലൊരു വാഹനം തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2017 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഒരു പെട്രോൾ എറ്റോസ് ലിവ. ഓക്കെ, വണ്ടി നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഈ വാഹനത്തിന് മൈലേജ് ഒക്കെ നോക്കുമ്പോൾ ഡീസലിനെ സംബന്ധിച്ചൊരു 20 കിലോമീറ്ററിന്റെ മേലൊക്കെ ഇട്ടാണ് ഡീസലിന് ഇട്ടുന്നത്. ഈ ഒരു 18 കിലോമീറ്റർ ഒക്കെ നോക്കിയാൽ മതി. വണ്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. ബോഡി കണ്ടില്ലേ.
പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2014 മോഡല് ഓൾ ഒറിജിനൽ വരുന്ന പെയിന്റ് വരുന്ന ഒരു ഇന്നോവയാണ്. ബോഡിയൊക്കെ കാണുമ്പോൾ നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള ഒരു വാഹനത്തിനാണ്. മേജർ സ്ക്രാച്ച് ഓടന്റെ കാര്യങ്ങളോ ഒന്നും ബോഡി ഭാഗത്തില്ല. ഓക്കെ, ഓൾ ഒറിജിനൽ പെയിന്റ് ആണ് വാഹനത്തിന് വരുന്നത്. ഇത് KL 71 നമ്പറായ വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 9 ലക്ഷം രൂപയാണ്. ഓക്കെ, വില കൂടുതലാണ്. പക്ഷെ ഈ വണ്ടീൻ്റെയൊക്കെ ഏറ്റവും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കി കാണാൻ കഴിയും. 2015 മുതൽ 16 റേസിലുള്ള ഒരു വാഹനമാണ്. അത് നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഇതൊക്കെ നമ്പറായ പ്രൈവറ്റ് വാഹനമാണ്. പക്ക പ്രൈവറ്റ് ആണ്. സീറ്റുകാരും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഒരു നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ ഒരു ഫൈബർ ഒരു വാഹനത്തിന് 8 സീറ്റ് ആട്ടോ വാഹനം. ബോഡി കാണുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. മേജർ സ്ക്രാച്ച് ഓടന്റോ കാര്യങ്ങളൊന്നുമില്ല. 82,000 കിലോമീറ്റർ ഓടിയ വാഹനം കേട്ടോ. പിന്നെ വാഗണർ VXi 3.4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. കോഫി കളറാണ്. നല്ലൊരു അലവിൽ ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയിലൊരു നല്ലൊരു അലവിലും കാര്യങ്ങളും ഉണ്ട് ബോഡിയിലുള്ള വണ്ടിയാണ്. പിന്നെ 2019 മോഡല് വാഗണർ നോക്കുന്നവർക്ക്, പുതിയ മോഡൽ വാഗണർ നോക്കുന്നവർക്ക് നല്ലൊരു വാഹനം തന്നെയാണ്. 2019 ഈ വാഹനം നമുക്ക് ഒരു 4,60,000 രൂപ കൊടുക്കാം കേട്ടോ. നല്ലൊരു ബോഡി ക്വാളിറ്റിയിലെ ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇനി ലോ ബഡ്ജറ്റ് പ്രൈസിൽ വാഹനങ്ങൾ തപ്പിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാകും 2010 മോഡൽ വണ്ടി കേട്ടോ. ഈ വാഹനം നമുക്കൊരു 70,000 രൂപ കൊടുക്കാം. ഓക്കെ, ഇതിന്റെ സെയിം വണ്ടി വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണേ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ZENEST-ലും ഉണ്ട്. പിന്നെ ഇതാണ് കണ്ടത്. ഒരുപാട് വാഹനമുള്ളത് ഹോണ്ട സിറ്റി. ഓക്കെ, പെട്രോൾ വാഹനമാണ്. സൺറൂഫ് ഉള്ള വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് ഡീസലാണ്. 2015 മോഡൽ വാഹനം കേട്ടോ. ഇത് രണ്ടും രജിസ്ട്രേഷൻ വാഹനമാണ്. ഓക്കെ, രണ്ടും കേരളത്തിലേക്ക് നമ്പറായ വാഹനം കേട്ടോ. പിന്നെ ഇത് ഹോണ്ട അമേസ് 2016 മോഡൽ. ഇത് രജിസ്ട്രേഷൻ ആയ വാഹനമാണ്. പിന്നെ മാരുതിന്റെ നല്ലൊരു അൾട്ടോ കേട്ടന് ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. 2013 മോഡലാണ്. നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള ഒരു വാഹനത്തിനാണ്. മേജർ സ്ക്രാച്ച് ഓട്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ലോ ബഡ്ജറ്റിൽ വേറൊരു മാരുതിന് വാഹനത്തിനാണ്. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഓക്കെ, ഇങ്ങനത്തെ റെഡ്സ് ഉണ്ട്. i20 പെട്രോൾ ആണ്. 2018 മുതൽ 19 വാഹനമാണ്. റെഡ്സ് 2010 മോഡലാണ് കേട്ടോ. നല്ലൊരു വൃത്തിയിലൊരു വാഹനം തന്നെയാണ്. ഓക്കെ, 2013 ZENEST-ലോ വെറും 30,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഏറ്റവും സെറ്റ് ഫുൾ കമ്പനി സർവീസ്. നിങ്ങൾക്ക് ഈ വാഹനത്തിനൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ട, അതിലായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, നമ്മൾ ഒരുപാട് വാഹനം ഫാസ്റ്റായിട്ട് പോയിക്കണം. എന്താ വെച്ചാൽ വീഡിയോ ഹെൽത്ത് ഒരുപാട് കൂടുതലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.